നമസ്കാരം. സാധാരണഗതിയിൽ ആഗോളതലത്തിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണവില കുത്തനെ ഉയരുകയാണ് പതിവ്. എന്നാൽ നിലവിലെ US-ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾക്കിടയിൽ സ്വർണ്ണവില കുത്തനെ ഇടിയുന്നത് നിക്ഷേപകരെയും സാധാരണക്കാരെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ആഗോള വിപണിയിലെ ഈ വിചിത്രമായ പ്രതിഭാസത്തിന് പിന്നിൽ പ്രധാനമായും ഡോളറിന്റെ കരുത്തും നിക്ഷേപകരുടെ പരിഭ്രാന്തിയുമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് US ഡോളറിലാണ്. നിലവിലെ ആഗോള സ്ഥിതിയിൽ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ സ്വർണ്ണത്തെക്കാളും സുരക്ഷിതമായ നിക്ഷേപമായി കാണുന്നത് ഡോളറിനെയാണ്. ഇത് ഡോളറിന്റെ മൂല്യം റെക്കോർഡ് ഉയർച്ചയിൽ എത്തിക്കുവാൻ കാരണമായിട്ടുണ്ട്. ഡോളർ ശക്തമാകുമ്പോൾ സ്വാഭാവികമായും സ്വർണത്തിന്റെ ആകർഷണം കുറയുകയും വില ഇടിയുകയും ചെയ്യുന്നു. ഇതോടെ വില ഇനിയും താഴേക്ക് പോകുമെന്ന ഭയത്താൽ നിക്ഷേപകർ തങ്ങളുടെ കൈവശമുള്ള സ്വർണവും വെള്ളിയും വൻതോതിൽ വിറ്റഴിക്കുവാൻ തുടങ്ങി. വിപണിയിൽ പെട്ടെന്നുണ്ടായ ഈ അധിക ലഭ്യത വില കുത്തനെ കുറച്ചു. കേവലം 7 ദിവസത്തിനുള്ളിൽ 10 ഗ്രാം സ്വർണത്തിന് 16,000 രൂപയോളമാണ് കുറഞ്ഞത്. വെള്ളിക്കും കിലോയ്ക്ക് ഏകദേശം 29,000 രൂപയുടെ ഇടിവുണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ വിലയിടിവ് താൽക്കാലികം മാത്രമായിരിക്കുമെന്നും യുദ്ധം അവസാനിക്കുന്നതോടെ സ്വർണത്തിന് വീണ്ടും തിളക്കമുള്ള കാലം വരുമെന്നുമാണ് SBI റിസർച്ച് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. യുദ്ധം ശമിക്കുന്നതോടെ തകർന്ന സാമ്പത്തിക വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുവാൻ രാജ്യങ്ങൾ വിപണിയിലേക്ക് കൂടുതൽ പണം ഒഴുക്കേണ്ടി വരും. ഇത് സ്വാഭാവികമായും സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും. കൂടാതെ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ആഗോള കേന്ദ്ര ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ശേഖരം ശക്തമാക്കാൻ വീണ്ടും വൻതോതിൽ സ്വർണം വാങ്ങി തുടങ്ങും. ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് വിപണിയിൽ വില കുതിച്ചുയരുവാൻ വഴിയൊരുക്കും. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ലോക രാജ്യങ്ങളുടെ കടബാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തരം സാമ്പത്തിക അസ്ഥിരതകൾ നേരിടുമ്പോൾ ആളുകൾ വീണ്ടും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ തന്നെ ആശ്രയിക്കും. നിലവിലെ വിലയിടിവ് ഡോളർ ശക്തമാവുന്നതുകൊണ്ടും നിക്ഷേപകർ പരിഭ്രാന്തരായി വിറ്റഴിക്കുന്നത് കൊണ്ടുമാണ്. എന്നാൽ യുദ്ധം ശമിക്കുന്നതോടെ സ്വർണ്ണവില വീണ്ടും പഴയപടിയോ അതിലധികമോ ആയി ഉയരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് SBI റിസർച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.